എനിക്കെന്റെ പിള്ളേരുണ്ടടാ. 2 മാസം ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് മോഹൻലാൽ. വാരിയത് 500 കോടി. 50 കോടി നഷ്ടത്തിൽ നിന്ന് 500 കോടി നേടി വമ്പൻ തിരിച്ചുവരവ്. 2 മാസം ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് മോഹൻലാൽ. മലയാള സിനിമയിലെ വമ്പൻ തിരിച്ചുവരവ്. മോഹൻലാലിന്റെ തുടർ വിജയങ്ങളെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ. 2024 നേരിട്ട പരാജയങ്ങളുടെ ക്ഷീണം തീർത്തുകൊണ്ടാണ് അദ്ദേഹം തുടരെ തുടരെയുള്ള വിജയങ്ങളുമായി മുന്നോട്ട് കുതിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റിലീസായ 2 ചിത്രങ്ങളിലൂടെ 500 കോടി രൂപയാണ് അദ്ദേഹം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. 2024 2 ചിത്രങ്ങളാണ് മോഹൻലാലിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്തിയത്. ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടെ വാലിബനായിരുന്നു ഇതിൽ ആദ്യത്തേത്. വലിയ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. വലിയ മുതൽ മുടക്കിലെത്തിയ ചിത്രം 29.7 കോടിയാണ് നേടിയത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം എത്തിയ ബാറോസ് 3Dയും തകർന്നടിഞ്ഞു. മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആഗോള ഫൈനൽ കളക്ഷൻ 15.1 കോടിയായിരുന്നു. 2 ചിത്രങ്ങളും തുടരെ പരാജയപ്പെട്ടതോടെ ആരാധകരും അല്പം നിരാശയിലായി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറഞ്ഞതുപോലെ മോഹൻലാൽ എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് വേട്ട തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ചിൽ തിയേറ്ററുകളിലെത്തിയ എമ്പുരാനെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത സ്റ്റൈലിഷ് ചിത്രം വെറും 2 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിൽ എത്തിയത്. 265.5 കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രം 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ സിനിമയായും മാറി. തൊട്ടു പിന്നാലെ എത്തിയ തുടരും സിനിമയുടെ പേര് പോലെ തന്നെ വിജയ തുടർച്ച സൃഷ്ടിച്ചു. കേരളത്തിൽ മാത്രമായി ചിത്രം 100 കോടി കളക്ഷൻ സ്വന്തമാക്കിയെന്ന വാർത്തയും പിന്നാലെ കേട്ടു. ആഗോള തലത്തിൽ 234.5 കോടി രൂപയാണ് തുടരും സ്വന്തമാക്കിയതെന്നാണ് ട്രാക്കർമാർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വെറും 2 ചിത്രങ്ങൾ കൊണ്ട് 500 കോടി രൂപയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയെടുത്തത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായാണ്. പക്ഷേ ഈ വിജയകുതിപ്പ് ഇപ്പോഴും തുടരുകയാണ്. കാരണമാകട്ടെ 18 വർഷം മുമ്പ് ഇറങ്ങിയ മറ്റൊരു ചിത്രവും. ബെന്നി പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ടാ മുംബൈ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റിലീസായത്. റിലീസ് ആണെങ്കിലും ഒരു പുത്തൻ മോഹൻലാൽ ചിത്രത്തിന് നൽകുന്ന അതേ വരവേൽപ്പ് തന്നെയാണ് ആരാധകർ ഈ ചിത്രത്തിനും നൽകിയത്. 2 ദിവസം കൊണ്ട് മാത്രം 1.5 കോടി രൂപയാണ് ചിത്രം നേടിയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മോഹൻലാൽ നായകനായി 2 റിലീസുകളാണ് വരാനിരിക്കുന്നത്. ഇതിൽ പാൻ ഇന്ത്യൻ ചിത്രമായി വരുന്ന ഋഷഭ ഒക്ടോബർ 16-നാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28-ന് റിലീസ് ചെയ്യും. തെലുങ്ക് ചിത്രം കണ്ണപ്പയിലും മോഹൻലാൽ വേഷമിടുന്നുണ്ട്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രവും പിന്നാലെയുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ചിത്രത്തിലുണ്ട്. പുത്തൻ ചിത്രങ്ങളുമായി പ്രിയതാരം വരുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും.